ദൈവത്തെ മഹത്വം. നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഇത് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. യഹോവയായ ദൈവം സർവശക്തനും സർവവ്യാപിയുമാകുന്നു. 1 രാജാക്കന്മാർ 20-ാം അധ്യായം 28-ാം വാക്യം. ഒരു ദൈവപുരുഷൻ അടുത്തു വന്നു ഇസ്രായേൽ രാജാവിനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വതദേവനാകുന്നു, താഴ്വ ദേവനല്ല എന്ന് ആരാമ്യർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഈ അധ്യായത്തിൽ നമ്മൾ 2 യുദ്ധങ്ങൾ കാണുന്നുണ്ട്. രണ്ടും ജയിക്കുന്നത് ഇസ്രായേൽ രാജാവായ ദുഷ്ടനായ ദൈവത്തെ ത്യജിച്ച വിഗ്രഹാരാധിയായ ആഹാബാണ്. ശത്രുപക്ഷത്തെ 32 രാജാക്കന്മാരുടെ ഒരു കൂട്ടുകെട്ടാണ്. നേതാവ് അരാം രാജാവാണ് ബൻഹദദ്. ഇസ്രായേൽ രാജാവിനോട് യുദ്ധം ചെയ്യുന്നത് യഹൂദ രാജാവിനോടല്ല. രാജാവിന്റെ സൈന്യം, അരാം രാജാവിന്റെ സൈന്യം ദേശത്ത് പറന്നിരിക്കുമ്പോൾ ഇസ്രായേൽ രാജാവിന്റെ സൈന്യം 2 ചെറിയ കൂട്ടം, ആട്ടിൻകൂട്ടം പോലെ മാത്രമാണ്. ഒരു കൂട്ടത്തിൽ 232, ഒരു കൂട്ടത്തിൽ 7000. പക്ഷേ ആറാം രാജാവ് സംഘവും ഒരു സൈന്യ സാഗരം പോലെ ദേശം മുഴുവൻ പരന്നിരിക്കുകയാണ്. പക്ഷേ ആറാം രാജാവും സംഘവും തോറ്റു 2 യുദ്ധങ്ങളും. കാരണം ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം അല്ലെങ്കിൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിശ്വാസമാണ്. പർവ്വതത്തിൽ ഒരു ദൈവം, താഴ്വരയിൽ ഒരു ദൈവം, ഓരോ സീസണിലും ഒരു ദൈവം, ഓരോ സ്ഥലത്തൊരു ദൈവം. ഒരു സ്ഥലത്തെ ദൈവത്തിന് അടുത്ത സ്ഥലത്ത്, ഒരു സീസണിലെ ദൈവത്തിന് അടുത്ത സീസണിലും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. തങ്ങളുടെ മനോരഥമനുസരിച്ച് തങ്ങളുടെ കൈകളാൽ ഉണ്ടാക്കുന്ന ദൈവം. അതുപോലെയാണ് ഇസ്രായേലിന്റെ ദൈവവും അല്ലെങ്കിൽ യഹോവയായ ദൈവവും എന്ന് അവർ നനച്ചിരിക്കുകയാണ്. വിജയം 2 യുദ്ധങ്ങളിലും. ഒന്നാമത്തെ യുദ്ധം നടക്കുന്നത് പർവ്വതത്തിലാണ്. ആ യുദ്ധത്തിൽ തോറ്റതിനു ശേഷം അരാം രാജാവിന്റെ യുദ്ധ പരാജയം കണ്ടുപിടിച്ച അവരുടെ സാങ്കേതിക വിദഗ്ധർ പറയുന്നത് ആണ് നമ്മൾ ഇവിടെ വായിച്ചത്. യഹോവയായ ദൈവം മറ്റ് ദേവി ദേവതനെ പോലെ അവൻ പർവ്വതത്തിലെ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം യുദ്ധം താഴ്വരയിൽ നടത്തണം. അവിടെ നമ്മൾ തീർച്ചയായിട്ടും ജയിക്കും എന്നാണ് രാജാവിന് കൊടുത്ത ഉപദേശം. അവിടെയും അവർ പരാജയം ഏറ്റുവാങ്ങി. കാരണം ദൈവത്തിന് താൻ കാലാതീതനും സ്ഥലാതീതനും എവിടെയും പ്രവർത്തിക്കുവാൻ കഴിയുന്നവനുമാണെന്ന് തെളിയിക്കണം. ആറാം രാജാവിനെയും സംഘരാജാക്കന്മാരെയും മാത്രമല്ല, ഇസ്രായേൽ രാജാവിനെയും യഹൂദ രാജാവിനെയും നമ്മളെയും അവൻ അത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവസങ്കല്പം എന്താണ്? നമ്മുടെ വിശ്വാസം എന്താണ്? അവൻ പർവ്വതത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഉയർച്ചയുടെ ദർശനത്തിന്റെ ഉത്തമ ശൃംഗത്തിലെ മാത്രം സഹായിക്കുന്നവനും നമ്മുടെ താഴ്ചയിൽ വീഴ്ചയിൽ നമ്മളെ തള്ളിക്കളയുന്നവനുമാണ് എന്നാണ്. ഇസ്രായേൽ ദൈവത്തെ അറിയുവാനാണ് ഈ 2 യുദ്ധവും നടക്കുന്നത്. ആറാം രാജാവിനെ 2 പ്രാവശ്യവും തോൽപ്പിച്ചത് നമ്മെ പഠിപ്പിക്കുന്നത് നല്ല സമയത്ത് മാത്രമല്ല, സുഖകാലത്ത് മാത്രമല്ല, നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തന സഹിതരായിരിക്കുമ്പോൾ, സജീവമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല, നമ്മളുടെ കഷ്ടകാലത്തും നമ്മളുടെ ബുദ്ധിമുട്ടിന്റെയും ഞെരുക്കത്തിന്റെയും കാലത്തും നമ്മളുടെ വാർദ്ധക്യത്തിലും നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത സമയത്തിലും അവൻ നമ്മുടെ ദൈവമാണ്. അവൻ നമ്മളെ സഹായിക്കും. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ വിശ്വാസം അത് നാം മാറ്റണം. അവൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്. നമുക്കവനെ ആശ്രയിക്കാം. ദൈവം ധാരാളമായി നമ്മളെ സഹായിക്കും.